വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. പല തരത്തിലുള്ള കാറ്റഗറൈസേഷൻസ് കമ്പ്യൂട്ടേഴ്സിനുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് എത്ര യൂസേഴ്സ് കമ്പ്യൂട്ടറിനെ അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷനാണ്. ദർ ആർ മെയിൻലി two types of computers are there: computers for individual users and computers for organizations. Individual usersനുള്ള കമ്പ്യൂട്ടറും ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ്. ഒരു ഇൻഡിവിജ്വൽ യൂസർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഫോർ ഇൻഡിവിജ്വൽ യൂസർ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രമായിരിക്കും ആ ടൈപ്പിലുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓർഗനൈസേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ യൂസേഴ്സിലേക്ക് ഇൻഡിവിജ്വൽ യൂസേഴ്സിനുള്ള കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇൻഡിവിജ്വൽ യൂസേഴ്സിന് മെയിൻലി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, വർക്ക് സ്റ്റേഷൻസ്, നോട്ട്ബുക്ക് കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ്, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്മാർട്ട് ഫോൺ. ഇത്രയാണ് ഇൻഡിവിജ്വൽ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഒരു പോയിൻ്റ് കൂടെ പറയാനുള്ളത്, നമ്മുടെ ഇൻഡിവിജ്വൽ യൂസേഴ്സ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ ജനറലി PC എന്നാണ് പറയുന്നത്, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. സാധാരണ നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ കമ്പ്യൂട്ടറിനെയാണ് PC എന്ന് പറയുന്നതെങ്കിലും എനി ഇൻഡിവിജ്വൽ യൂസർ പർപ്പസിന് വേണ്ടി മാത്രമുള്ള എല്ലാ കാറ്റഗറിയിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? PC എന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കമ്പ്യൂട്ടർ ഫോർ ഇൻഡിവിജ്വൽ യൂസേഴ്സ് ആർ ഓൾസോ നോൺ ആസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നും കൂടെ ഇൻഡിവിജ്വൽ യൂസർ കമ്പ്യൂട്ടേഴ്സിന് പറയാം. അത് മറന്നു പോകരുത്. മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി കുറവായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് മൈക്രോ എന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കാറ്റഗറിയിലുള്ള 3 കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ്. ഈ 3 കാറ്റഗറിയിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ PC that is designed to sit on a desk or table. ഒരു ടേബിളിൻ്റെ പുറത്തോ ഡെസ്കിൻ്റെ പുറത്തോ ഇരിക്കത്തക്ക രീതിയിലാണ് ഈ കമ്പ്യൂട്ടേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും നമ്മൾ കാണുന്ന കമ്പ്യൂട്ടേഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സാണ്. സ്കൂൾസിലും ഓഫീസിലും ഹോംസ് ഒക്കെ ഇത് കാണാറുണ്ട്. നിങ്ങൾ ഓരോ കാറ്റഗറിയിലും വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് ആ കമ്പ്യൂട്ടർ, അതിൽ ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ഇത് കാണുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഓരോന്നിലും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ്. ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാം, ഫോട്ടോയും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മ്യൂസിക് പ്ലേ ചെയ്യാം, അല്ലേ? ഒരുപാട് ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടേഴ്സിന് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈവൻ പ്രീ സ്കൂളേഴ്സ് തൊട്ട് ന്യൂക്ലിയർ ഫിസിസിസ്റ്റ് വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു ബ്രോഡ് യൂസേജാണ് ഇതിന് ഉള്ളത്. പിന്നെ ഇത് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ അത്ര എളുപ്പമല്ല, കുറച്ച് സൈസ് കൂടുതലാണ് കേട്ടോ. ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ ജനറൽ ആണെങ്കിൽ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം യൂണിറ്റാണ്. സിസ്റ്റം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു CPU എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്ന വലിയ ആ ഒരു ബോക്സ്, അതാണ് നമ്മൾ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. കവറിങ്, അതിൻ്റെ ആ ഒരു പുറമേ ഉള്ള കവറിങ്ങിനാണ് നമ്മൾ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത്. കേസ് ദാറ്റ് ഹൗസസ് ദ കമ്പ്യൂട്ടേഴ്സ് ക്രിട്ടിക്കൽ പാർട്സ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ക്രിട്ടിക്കൽ പാർട്ടും ആ സിസ്റ്റം യൂണിറ്റിൻ്റെ അകത്താണ് ഉള്ളത്. അത് CPU, അതുപോലെ തന്നെ മെമ്മറി എല്ലാം അതിൻ്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ്. മെയിൻലി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് 2 ഡിസൈൻസ് ആണുള്ളത്. ഒന്ന് ഡെസ്ക്ടോപ്പ് മോഡലും ഒന്ന് ടവർ മോഡലും. അതായത് ഏത് രീതിയിലാണ് അതിൻ്റെ സിസ്റ്റം യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മോഡലുള്ളത്. ഓർത്ത് വയ്ക്കണം.
ടവർ മോഡൽ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മളൊരു കമ്പ്യൂട്ടർ വെക്കുമ്പം അതിൻ്റെ സൈഡിലായിട്ട് വെർട്ടിക്കലി ആയിട്ടാണ് നമ്മൾ CPU അല്ലെങ്കിൽ സിസ്റ്റം യൂണിറ്റ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മോഡലിനെയാണ് നമ്മൾ ടവർ മോഡൽ എന്ന് പറയുന്നത്. ഒരു ടവർ പോലെ നമ്മൾ CPU വെക്കുക. ഇനി മറ്റൊരു മോഡലും കൂടി ഉണ്ട്, നമുക്ക് പരിചയമില്ല, നമ്മളെല്ലാവരും ടവർ മോഡലാണ് യൂസ് ചെയ്യാറ്. നമുക്ക് പരിചയമില്ലാത്ത മറ്റൊരു മോഡലും കൂടി ഉണ്ട്, അതാണ് ഡെസ്ക്ടോപ്പ് മോഡൽ. അതാണ് ഒരു ട്രഡീഷണൽ മോഡൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ CPU അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം യൂണിറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ഒരു ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ മോണിറ്ററും കാര്യങ്ങളുമൊക്കെ വെക്കേണ്ടത്. അതിനാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും 2 മോഡൽസിൻ്റെ കാര്യവും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് വർക്ക് സ്റ്റേഷനിലേക്ക് പോകാം. വർക്ക് സ്റ്റേഷൻ നമുക്ക് അത്ര പരിചയമുള്ള ഒരു PC അല്ല, ഇതൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ തന്നെയാണ്. ഒരാൾക്ക് മാത്രമേ അറ്റ് എ ടൈമിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോസസ്സിങ് കേപ്പബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും വർക്ക് സ്റ്റേഷനിൽ. ഇത് ജനറലി ഒരു നോർമൽ യൂസേഴ്സൊന്നും ഇത് യൂസ് ചെയ്യാറില്ല. ഇത് ജനറലി സയൻറ്റിസ്റ്റ്, എൻജിനീയേഴ്സ്, ആനിമേറ്റേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടാണ് എന്താ പറയുക വർക്ക് സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി വർക്ക് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫൺ വർക്ക് സ്റ്റേഷൻസിന് ഹൈ റെസൊല്യൂഷൻ മോണിറ്റേഴ്സും ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് കാർഡുകളും ഒക്കെ കാണും. അതായത് നമ്മളുടെ സാധാരണ ഹൈ റെസൊല്യൂഷൻ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മുടെ മോണിറ്ററിലുള്ള ഒരു ക്ലാരിറ്റിയെക്കാട്ടിലും വളരെ കൂടിയ ഹൈ ഡെഫിനിഷനിലുള്ളൊരു ക്ലാരിറ്റി വർക്ക് സ്റ്റേഷൻ്റെ മോണിറ്ററിന് കാണും. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാഫിക്സ് ഉണ്ട്, ഒരു ഇൻബിൽഡ് ഗ്രാഫിക്സ് ആണ് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻബിൽഡ് ഗ്രാഫിക്സ് ആയിരിക്കത്തില്ല വർക്ക് സ്റ്റേഷനിലുള്ള. കുറച്ചുകൂടി ആക്സിലറേറ്റർ ആയിട്ടുള്ള കുറച്ചുകൂടി കൂടിയ തരത്തിലുള്ള വർക്കുകളും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്കൽ കമ്പോണൻസ് ഒക്കെ വർക്ക് സ്റ്റേഷൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ആർക്കിടെക്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഡിസൈനിങ്, എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടും മോഡലിങ്ങിന് വേണ്ടിയിട്ടും ആനിമേഷൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിന് വർക്ക് സ്റ്റേഷൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് എന്താ സിനിമയിലൊക്കെ ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ വർക്ക് സ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ആനിമേഷൻ മൂവീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു വർക്ക് സ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയിലോട്ട് പോവുകയാണ്, ഹാൻഡ് ഹെൽഡ് PCs. ഹാൻഡ് ഹെൽഡ് PCs എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അതിന് ഏറ്റവും നല്ലൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസസിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് PDA എന്ന് പറയുന്നത്. PDAയുടെ ഫുൾ ഫോം പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ ഒരു ഹാൻഡ് ഹെൽഡ് PCs അല്ലെങ്കിൽ PDA ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് സ്മോൾ ഇനഫ് ടു ഫിറ്റ് ഇൻ അവർ ഹാൻഡ് കേട്ടോ. അതുപോലെ തന്നെ PDAയെ പറ്റിയാണ് പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഒരു ഹാൻഡ് ഹെൽഡ് PC ആണ്. അപ്പോൾ അത് നമ്മൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോട്ട്സൊക്കെ, ചെറിയ നോട്ട്സൊക്കെ ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ എഴുതുക, അതുപോലെ തന്നെ ടെലിഫോൺ നമ്പേഴ്സും അഡ്രസ്സും ഒക്കെ കീപ്പ് ചെയ്ത് വയ്ക്കുക, ഡേറ്റ്സ് ട്രാക്ക് ചെയ്യുക, അജണ്ടാസ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ PDA യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം PDA യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ ഫോൺ വെച്ച്, നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും പണ്ട് കാലത്ത് മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഹാൻഡ് ഹെൽഡ് PCസും യൂസ് ചെയ്തിരുന്നുള്ളൂ. പിന്നെ PDAയുടെ ഒരു പ്രത്യേകത, ഓൾമോസ്റ്റ് എല്ലാ PDAയ്ക്കും ഒരു പെൻ കാണും. നമുക്ക് ആ PDAയിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള പെൻ കാണും. ചില PDAസിൽ അതിൽ കീബോർഡുകൾ, ചെറിയ ടൈനി കീബോർഡ്സ് കാണും. ചിലതിന് മൈക്രോഫോൺ കാണും, നമുക്ക് വോയിസ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള PDAs ഉണ്ടായിരുന്നു. പിന്നെ പല PDAസിലും ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്യാമറ, മ്യൂസിക് പ്ലെയേഴ്സ്, ഇതൊക്കെ PDAയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ PDA കഴിഞ്ഞിട്ട് പിന്നീട് ഗ്രാജുവലി വന്ന സാധനമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 3 കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോണ്, അതുപോലെ തന്നെ ടാബ്ലറ്റ്, നോട്ട്ബുക്ക് കമ്പ്യൂട്ടേഴ്സ്, അത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു നോക്കാനായിട്ട് തരുവാണ്. നെക്സ്റ്റ് ഡേ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.